മോഹൻലാൽ എന്ന നടനെ വേണ്ട രീതിയിൽ ഉപയോഗിച്ച ചിത്രങ്ങളിൽ ഒന്നാണ് സതയം. MDയുടെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത് 1992 പുറത്തിറങ്ങിയ ചിത്രമാണിത്. സത്യനാഥൻ എന്ന കഥാപാത്രമായിട്ടാണ് സതയത്തിൽ മോഹൻലാൽ എത്തിയത്. അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നായിട്ടാണ് സതയത്തെ കാണുന്നത്. ഈ സിനിമയ്ക്കായി കണ്ണൂർ ജയിൽ കാണാൻ പോയതും അവിടെ വെച്ച് റിപ്പർ ചന്ദ്രനെ കണ്ടതിനെക്കുറിച്ചും പറയുകയാണ് സിബി മലയിൽ. കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു സംവിധായകൻ. അയാളുടെ സെല്ലിലായിരുന്നു ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നതെന്നും അദ്ദേഹം പറയുന്നു. റിപ്പർ ചന്ദ്രനെക്കുറിച്ച് പറഞ്ഞപ്പോഴുള്ള മോഹൻലാലിന്റെ പ്രതികരണത്തെക്കുറിച്ചും സിബി മലയിൽ സംസാരിച്ചു. ഷൂട്ടിന് മുമ്പ് എഴുത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഞാനും MD സാറും ചേർന്ന് കണ്ണൂർ ജയിലിൽ പോയി. ജയിലിന് അകത്തുള്ള കാര്യങ്ങൾ അടുത്തു നിന്ന് കാണുന്നത് നല്ലതാകും എന്ന് പറഞ്ഞാണ് അദ്ദേഹം എന്നെയും കൊണ്ട് അവിടേക്ക് പോകുന്നത്. അവിടെ ചുറ്റുമായി വലിയ ബ്ലോക്കുകളാണ്. നടുക്ക് പ്രത്യേകമായ ഒരു ഭാഗമുണ്ട്. ജയിലിനകത്തെ ജയിൽ പോലെയാണ് അത്. അവിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകൾക്ക് മാത്രമായി സെല്ലുകൾ ഉണ്ടായിരുന്നു. മറ്റു ജയിൽ പുള്ളികളുമായി അവർക്ക് ബന്ധമുണ്ടായിരുന്നില്ല. അന്ന് ഞാനും MD സാറും അവിടെ പോയപ്പോൾ ജയിലറാണ് ഞങ്ങളെ ആ സ്ഥലമൊക്കെ കാണിച്ചു തരാനായി കൂടെ വന്നത്. ഈ സെല്ലിനടുത്ത് ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ അന്ന് അവിടേക്ക് ചെല്ലുമ്പോൾ ചെടികൾ നനച്ചുകൊണ്ട് പൊക്കമില്ലാത്ത ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ജയിൽ പുള്ളിയുടെ വേഷത്തിലാണ് അയാൾ നിൽക്കുന്നത്. ഞങ്ങൾ അടുത്തേക്ക് എത്താറായതും ജയിലർ അയാളെ സെല്ലിനകത്തേക്ക് കയറ്റാൻ വിളിച്ചു പറഞ്ഞു. അവർ അയാളെ സെല്ലിൽ കൊണ്ടുപോയി അടച്ചു. അത് അവിടെ ഏറ്റവും അറ്റത്തായുള്ള ഒരു സെല്ലായിരുന്നു. അയാളാണ് റിപ്പർ ചന്ദ്രൻ എന്ന് ജയിലർ ഞങ്ങളോട് പറഞ്ഞു. അന്ന് കുപ്രസിദ്ധനായ ഒരു സീരിയൽ കില്ലറായിരുന്നു അയാൾ. തൻ്റെ വധശിക്ഷയ്ക്കെതിരെ രാഷ്ട്രപതിയുടെ അടുത്ത് ദയാഹർജി കൊടുത്തിരിക്കുകയായിരുന്നു അയാളെന്നും ജയിലർ പറഞ്ഞു. ഞങ്ങൾ അവിടെ ജയിൽ കണ്ട് അന്ന് തിരികെ വന്നു. 1 മാസം കഴിഞ്ഞ് അവിടെ ഷൂട്ടിങ്ങിന് പോകുന്നതിനിടയിൽ ഒരിക്കൽ അയാളെക്കുറിച്ച് പത്രവാർത്ത കണ്ടിരുന്നു. ദയാഹർജി തള്ളുകയും റിപ്പർ ചന്ദ്രനെ തൂക്കിക്കൊല്ലുകയും ചെയ്തു എന്നായിരുന്നു ആ വാർത്ത. പിന്നീട് ഷൂട്ടിങ്ങിൽ ലാലിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചത് ഇതേ സെല്ല് തന്നെയായിരുന്നു. അന്ന് ആ സെല്ല് ഉപയോഗിക്കാൻ കാരണമുണ്ടായിരുന്നു. പ്രധാന ഗേറ്റും കടന്ന് ആദ്യം എത്തുന്ന അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള സെല്ലായിരുന്നു അത്. സിനിമയിലെ കഥാപാത്രങ്ങൾ അങ്ങോട്ട് പോവുകയും വരികയും ചെയ്യുമ്പോൾ ഒരുപാട് ദൂരം നടന്ന് സമയം പോകാതെ ഇരിക്കാൻ വേണ്ടിയായിരുന്നു അന്ന് അവിടെ ഇരിക്കുമ്പോൾ ഞാൻ ലാലിനോട് ഈ കാര്യം പറഞ്ഞു. അപ്പോൾ ലാൽ ചോദിച്ചത് എന്തിനാണ് അത് എന്നോട് പറഞ്ഞത് എന്നായിരുന്നു. അന്ന് വന്നപ്പോൾ അയാളെ കണ്ടിരുന്നു. ആ സെല്ല് ഉപയോഗിക്കുന്നത് കൊണ്ട് പറഞ്ഞതാണെന്ന് ഞാൻ മറുപടിയും നൽകി. തനിക്കത് എന്നോട് പറയാതിരിക്കാമായിരുന്നില്ലേ എന്ന് ലാൽ ചോദിച്ചു. ഈ കാര്യം അന്ന് ലാലിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയൊന്നും ഭയപ്പെടുന്ന ആളായിരുന്നില്ല ലാൽ. എങ്കിലും ഏതാനും ആഴ്ചകൾക്ക് മുൻപ് അവിടെ ഒരാൾ ജീവിച്ചിരുന്നുവെന്നും അയാൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയായിരുന്നു എന്നുമൊക്കെയുള്ള ചിന്തയായിരുന്നു ലാലിന്. നമുക്കാർക്കാണെങ്കിലും ഉള്ളിൽ തോന്നാവുന്ന ഫീലായിരുന്നു അത്. ഷൂട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും ലാലിനെ അതിൻ്റെ അകത്ത് നിർത്തി ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ലാൽ അകത്തും ഞങ്ങൾ ആ സെല്ലിന് പുറത്തുമാണ് ഉണ്ടാവുക, സിബി മലയിൽ പറഞ്ഞു.